വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിഥിലാമസാര. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഫിസിക്സ് എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മുടെ കെമിസ്ട്രിയുടെ ഊഴമാണല്ലേ, തിങ്കളാഴ്ച നമ്മുടെ കെമിസ്ട്രി എക്സാം ആണ്. അപ്പോൾ കെമിസ്ട്രി ഇന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഉള്ളിൽ പേടിയാണല്ലേ, കാരണം മോഡൽ എക്സാമിന് ഒരുപാട് ടഫായിട്ട് പോയൊരു സബ്ജക്റ്റാണ്. പക്ഷെ പേടിക്കേണ്ട, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ഉറപ്പാണ്, വി പ്രോമിസ് യു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഗാൽവനിക് സെല്ല്. കുറെ ആൾക്കാർ തന്നിട്ട് ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാൻ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം ഗാൽവനിക് സെല്ലിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നിങ്ങൾക്ക് നമ്മുടെ പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഗാൽവനിക് സെല്ല് ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് മിസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാൻ പോവുകയാണ്. അപ്പൊ നോക്കിക്കോ, യു ആർ ഗിവൺ എ സൊല്യൂഷൻ ഓഫ് സിൽവർ നൈട്രേറ്റ് ആൻഡ് എ സൊല്യൂഷൻ ഓഫ് MgSO4. അപ്പൊ നമ്മുടെ കയ്യിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്, സിൽവർ നൈട്രേറ്റ് ഉണ്ട്, MgSO4 ഉണ്ട്, പിന്നെ ഒരു സിൽവർ റോഡും ഉണ്ട്, മഗ്നീഷ്യം റിബണും ഉണ്ട്. ഹൗ ക്യാൻ യു അറേഞ്ച് ഗാൽവനിക് സെൽ യൂസിങ് ദിസ്? ഇത് ഉപയോഗിച്ച് നമ്മൾ ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യണം, എന്നിട്ട് റിയാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയണം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ, ആർക്കാണ് റിയാക്ടിവിറ്റി കുറവ്. ഇവിടെ തന്നിട്ടുള്ളത് മഗ്നീഷ്യവും അതേപോലെ സിൽവറുമാണ്. മഗ്നീഷ്യവും സിൽവറും തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ മഗ്നീഷ്യത്തിന് സിൽവറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ മഗ്നീഷ്യം ഇസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് മക്കളെ, റിയാക്ടിവിറ്റി കൂടിയ ആള്, ഓക്കെ, R4 റിയാക്ടിവിറ്റി ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരിക്കും എപ്പോഴും നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ആയിരിക്കും നമ്മുടെ കാഥോഡ് കുട്ടൻ. ഓക്കെ, അപ്പൊ ഇവിടെ മഗ്നീഷ്യവും അതേപോലെ സിൽവറും എടുത്തു കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിന് സിൽവറിനെക്കാളും റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആയിരിക്കും, കാഥോഡ് എന്ന് പറയുന്നത് സിൽവർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ വരച്ചു തുടങ്ങാം, സിമ്പിൾ ആയിട്ട് വരച്ചു തുടങ്ങാം. ദാ പിടിച്ചോ, ഞാനിവിടെ ഒരു മഗ്നീഷ്യം റോഡ് എടുക്കുന്നു, തൊട്ടിപ്പുറത്തായിട്ട് ഒരു സിൽവർ റോഡും എടുക്കുന്നു. ഇനി ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഒരു മെറ്റലിനെ അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഒരു മെറ്റൽ മഗ്നീഷ്യം എടുത്താൽ മഗ്നീഷ്യത്തിൻ്റെ ലവണലായിനി അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ്. അപ്പം മഗ്നീഷ്യത്തെ നമുക്ക് കൊണ്ടുപോയിട്ട് സിൽവർ നൈട്രേറ്റിൽ ഇറക്കി വെക്കാൻ പറ്റൂല. ഏത് മെറ്റലാണോ എടുക്കുന്നത് അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ എടുക്കണം. മഗ്നീഷ്യം എടുത്താൽ മഗ്നീഷ്യത്തെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റിലേക്ക് തന്നെ നമ്മൾ ഇറക്കി വെക്കണം. നമുക്ക് ബീക്കർ വരയ്ക്കാം. ദാ എൻ്റെ ബീക്കർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയിലൊക്കെ ബീക്കർ വരച്ചോളൂ. ഇനി മഗ്നീഷ്യത്തെ ഞാൻ എന്ത് ചെയ്യാം, മഗ്നീഷ്യത്തിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള MgSO4ലേക്ക് ഇറക്കി വെക്കുന്നു. ഇനി മക്കളെ സിൽവറിനെ എന്താ ചെയ്യുന്നത്, സിൽവറിൻ്റെ സോൾട്ട് സൊല്യൂഷൻ ആയിട്ടുള്ള സിൽവർ നൈട്രേറ്റിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നു. സംഭവം സെറ്റായി. ഓക്കെ, അപ്പൊ അതാത് സോൾട്ട് സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കാൻ മറക്കരുത്. ഇനി മക്കളെ, ഇനി വളരെ പ്രധാനമായിട്ട് ഒരാളെ നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്, അയാളാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു റിയാക്ഷൻ നടക്കുന്നുള്ളൂ, ഇവിടെ അയോൺസ് ഫ്ലോ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റൂ. സോൾട്ട് ബ്രിഡ്ജ് വരച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഇയാളെ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഇതാ പിടിച്ചോ, ഞാൻ വോൾട്ട് മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാണ്. സിമ്പിളാണ്, ഇതാണ് നമ്മുടെ വോൾട്ട് മീറ്റർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ചാർജ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം വോൾട്ട് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കിക്കോ മക്കളെ, അല്ലെങ്കിൽ പോട്ടെ, റിയാക്ടിവിറ്റി കൂടിയ ആളാണ് നമ്മുടെ ആനോഡ്. ആനോഡ് എന്ന് പറയുന്ന ആൾക്ക് മക്കളെ ഒരു ഗാൽവനിക് സെൽ എടുത്താൽ എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇത് ഗാൽവനിക് സെല്ലിന്റെ മാത്രം കേസാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിലേക്ക് വരുമ്പോൾ ഇത് മാറാറുണ്ട്. സോ ഗാൽവനിക് സെല്ലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ആനോഡിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആണ്, കാഥോഡിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ്. ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, സോ ആനോഡിനെ നമ്മൾ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ചാർജുള്ള സൈഡിലേക്കും കാഥോഡ് ആയിട്ടുള്ള സിൽവറിനെ നമ്മൾ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സൈഡിലേക്കുമാണ് വരച്ചു ചേർക്കേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരിക്കും ആനോഡ്, ആനോഡ് നെഗറ്റീവ് ചാർജ് ആണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ ആയിരിക്കും കാഥോഡ്, കാഥോഡിന് പോസിറ്റീവ് ചാർജ് ആണ്, ഗാൽവനിക് സെല്ലിൽ മാത്രം. ഇനി അതേപോലെ വേറൊരു കാര്യം കൂടെയുണ്ട്, ആനോക്സും അതേപോലെ റെഡ് കാറ്റും. അനോക്സും റെഡ് കാറ്റും എന്ന് പറഞ്ഞാൽ
ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ എപ്പോഴും റിഡക്ഷനുമാണ്. ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സീകരണവും കാഥോഡിൽ എപ്പോഴും നടക്കുന്നത് നിരോക്സീകരണവുമായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ ഇനി ഇവിടുത്തെ റിയാക്ഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷനും റിഡക്ഷനും അറിഞ്ഞാലല്ലേ നമുക്ക് റിയാക്ഷൻ എഴുതാൻ പറ്റൂ. അപ്പം മക്കളെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയാണ് ഓക്സീകരണം. അപ്പൊ നമുക്ക് മഗ്നീഷ്യം എടുക്കാം. നിങ്ങൾ വിചാരിച്ചു നോക്കുക, മഗ്നീഷ്യം അല്ലേ നമ്മുടെ ആനോഡ്, ആനോഡിലല്ലേ ഓക്സിഡേഷൻ. അപ്പൊ മഗ്നീഷ്യം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക. ഓർത്ത് വെച്ചോ, നമ്മുടെ മഗ്നീഷ്യം, സിങ്ക്, അയണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ. സോ നമ്മുടെ മഗ്നീഷ്യം എടുത്താൽ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. മക്കളെ, ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജാ വരിക? ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജും വാങ്ങിയാൽ നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ ഇവിടെ മഗ്നീഷ്യം ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2 പോസിറ്റീവ് ചാർജ്. 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എപ്പോഴോ 1 പോസിറ്റീവ് ചാർജ്. 3 ഇലക്ട്രോൺ ആണെങ്കിലോ 3 പോസിറ്റീവ് ചാർജ്. സോ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് അവിടെ വരും. അപ്പൊ മഗ്നീഷ്യം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ മഗ്നീഷ്യത്തിന് 2 പോസിറ്റീവ് ചാർജ് വരും. Mg2+ ആയിട്ട് മാറും. ഇതാണ് ആനോഡിൽ നടക്കുന്ന ഓക്സീകരണത്തിന്റെ റിയാക്ഷൻ. ഇനി നമുക്ക് കാഥോഡിലേക്ക് പോവാം. കാഥോഡിൽ എന്താ മക്കളെ നടക്കുക? കാഥോഡിൽ നടക്കുന്നത് നമുക്കറിയാം, റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് കേട്ടോ. അപ്പൊ നിരോക്സീകരണം എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ അത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ അത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിനെ നേടുന്ന പ്രക്രിയയാണ് കേട്ടോ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ കാഥോഡിലുള്ളത് ആരാ? ഇവിടെ നമ്മൾ കാഥോഡിനെ വരച്ചു വെച്ചിട്ടുണ്ട്, സിൽവർ ആണ്. പക്ഷേ ഈ ഇലക്ട്രോണുകളെ വാങ്ങി റെഡ്യൂസ്ഡ് ആവുന്നത്, ഇലക്ട്രോണിനെ വാങ്ങി നിരോക്സീകരണം സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരിക്കലും സിൽവറിനായിരിക്കില്ല, പകരം സിൽവർ അയോണിനായിരിക്കും. സിൽവർ അയോണിനായിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കണം, ഗാൽവനിക് സെല്ലിൽ എപ്പോഴും റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിക്കുന്നത് ആ മെറ്റലിനായിരിക്കില്ല, പകരം മെറ്റലിന്റെ അയോണിനായിരിക്കും. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ വിചാരിച്ചു നോക്ക്, മഗ്നീഷ്യം ആണെങ്കിൽ Mg2+ അയോണിനായിരിക്കും റിഡക്ഷൻ സംഭവിക്കുക. സിങ്ക് ആണെങ്കിൽ Zn2+ അയണിനാണ് റിഡക്ഷൻ സംഭവിക്കുക. അയൺ ആണെങ്കിൽ Fe2+ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുക. കോപ്പർ ആണെങ്കിൽ Cu2+ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുക. സിൽവർ ആണെങ്കിൽ Ag+ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുക. മനസ്സിലായോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക്? അപ്പൊ ഇവിടെ ഞാൻ സിൽവർ ആണെന്നാണോ എഴുതേണ്ടത്? Ag എന്നാണോ എഴുതേണ്ടത്? അല്ല, പകരം Ag+ എന്നാണ് എഴുതേണ്ടത്. ഈ Ag+ എങ്ങനെയായത്? പോസിറ്റീവ് ചാർജ് എങ്ങനെയാ വരിക? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ. അപ്പൊ Ag+ എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ടാണ് പോസിറ്റീവ് ചാർജ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് പോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പോയ ഇലക്ട്രോണിനെ തിരിച്ചു കിട്ടിയാൽ പോരെ? അപ്പൊ 1 പോസിറ്റീവ് ചാർജ് പോകണമെങ്കിൽ 1 ഇലക്ട്രോണിനെ തിരിച്ചു കിട്ടണം. ഓക്കെ ആണോ? അങ്ങനെ 1 ഇലക്ട്രോണിനെ തിരിച്ചു കിട്ടിയാൽ നമ്മുടെ സിൽവർ പോസിറ്റീവ് ചാർജ് ഒക്കെ നഷ്ടപ്പെട്ട് Ag ആറ്റമായിട്ട്, സിൽവർ ആറ്റമായിട്ട് മാറും. ഇവിടെ സിൽവർ അയോണിനാണ് ഇലക്ട്രോണിനെ കിട്ടിയത്. അപ്പൊ ഇലക്ട്രോണിനെ കിട്ടിയില്ലേ? റിഡക്ഷൻ അല്ലേ? ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നോക്ക്, ഇവിടെ 2 ഇലക്ട്രോണും ഇവിടെ 1 ഇലക്ട്രോണും. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റില്ല. 2 സൈഡിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായാൽ മാത്രമേ ഈ 2 റിയാക്ഷനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്തു പോവുള്ളൂ, അല്ലെ? അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇവിടെയും എനിക്ക് 2 ഇലക്ട്രോൺ ആക്കണം. ഓക്കെ, മഗ്നീഷ്യം വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോണിനെ മേടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ 2 സിൽവറിനെ എടുക്കണം. 1 സിൽവർ അയോണിന് 1 ഇലക്ട്രോൺ മതി. മഗ്നീഷ്യം വിട്ടുകൊടുത്ത് 2 ഇലക്ട്രോണിനെ മേടിക്കാൻ ഞാനിപ്പോൾ 2 സിൽവർ അയോണിനെ എടുക്കണം. ഞാനിവിടെ 2 Ag+ എടുക്കുന്നു. 2 Ag+ 2 ഇലക്ട്രോണിനെ മേടിച്ച് 2 സിൽവർ ആറ്റമായിട്ട് മാറും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാഥോഡിലെ ഇക്വേഷനും ആനോഡിലെ ഇക്വേഷനും കാഥോഡിലെ ഇക്വേഷനും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കിക്കേ, ഇവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ക്യാൻസൽ ആയി പൊക്കോളും. അപ്പം നമുക്ക് എഴുതാം, Mg+ 2Ag+ gives Mg2+
2Ag. ഇതാണ് ഇവിടെയുള്ള ഗാൽവനിക് സെല്ലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തെടുത്താലോ? സോ ഓർത്ത് വെച്ചോ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്, ലോഹമാണ് നമ്മുടെ ആനോഡ്, കുറഞ്ഞ ആളാണ് കാഥോഡ്. ആനോഡിന് എപ്പോഴും ഇവിടെ നെഗറ്റീവ് ചാർജാണ്. ഗാൽവനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ്. ഇനി ആനോക്സും റെഡ് കാറ്റും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ ആണ്. ആനോഡിൽ എപ്പോഴും ഓക്സീകരണമാണ്, കാഥോഡിൽ എപ്പോഴും നിരോക്സീകരണമാണ്. ഇനി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നേടുന്ന പ്രക്രിയയാണ്. മഗ്നീഷ്യം, സിങ്ക്, അയൺ, അതേപോലെ കോപ്പർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും 2 ഇലക്ട്രോണിന്റെ ആൾക്കാരാണ്. സിൽവർ ആണെങ്കിൽ 1 ഇലക്ട്രോണിന്റെ ആളാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ ആയിട്ട് മാറും. ഇനി റിഡക്ഷൻ നടക്കണം, അത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുന്നത് ഒരിക്കലും ആറ്റം ആയിരിക്കില്ല, പകരം അയോൺസ് ആയിരിക്കും. സോ സിൽവർ ആണെങ്കിൽ സിൽവർ അയോണിനെയാണ് നമ്മൾ എടുക്കുക. അപ്പൊ സിൽവർ അയോൺ 1 ഇലക്ട്രോണിനെ മേടിച്ചിട്ട് 2 സിൽവർ അയോൺസ് 2 ഇലക്ട്രോണുകളെ മേടിച്ച് 2 സിൽവർ ആറ്റമായിട്ട് മാറും. ഇതിന് ആഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാൽവനിക് സെല്ലിന്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ ഗാൽവനിക് സെൽ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 ആൾക്കാരെ തരാം കേട്ടോ. എൻ്റെ കയ്യിൽ മഗ്നീഷ്യവും ഉണ്ട്, അതേപോലെ തന്നെ സിങ്കും ഉണ്ട്. ഓക്കെ, ഇവര് 2 പേര് അല്ലേ വേണ്ട, മഗ്നീഷ്യം ഇപ്പൊ നമ്മൾ ഓൾറെഡി എഴുതിയതല്ലേ. അയണും ഉണ്ട്, അതേപോലെ സിങ്കും ഉണ്ട്. ഇവര് 2 പേരെയും വെച്ചിട്ട് ഗാൽവനിക് സെൽ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കാം. പറ്റുമെങ്കിൽ ഇഫ് പോസിബിൾ ഈ ഗാൽവനിക് സെല്ലിന്റെ ഇക്വേഷൻ എന്താണെന്ന് താഴെ എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസോട് കൂടെ തന്നെ ഇരിക്കുക. ഉറപ്പായിട്ടും എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. സോ അതിന്റെ കമന്റ് എല്ലാവരും ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണം, എന്നാലേ മിസ്സിന് അറിയുള്ളൂ. മക്കൾ ഇന്ന് വൈകിട്ട് 7:15 നമ്മുടെ ലോഞ്ച്. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ 50A+ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈവ് എൻ്റെ കുഞ്ഞുങ്ങൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ. നമുക്ക് വൈകിട്ട് 7:15 കാണാം. അതിനു മുമ്പേ തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഈ വീഡിയോയുടെ താഴെ ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് കാണാനായിട്ട് പറയണം. സോ നമുക്ക് വൈകിട്ട് ലൈവിൽ കാണാം. ബൈ.